ശരത്ത്, അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇതിപ്പോൾ അങ്ങേയറ്റം ഗൗരവമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണല്ലോ. ഹർഷൻ, സനീഷ്, ഇതിപ്പോൾ LNGP ആശുപത്രിയിൽ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് 24 പേര് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 8 പേർ മരണമടഞ്ഞു എന്നതാണ് ഔദ്യോഗികമായിട്ട് അവർ നമ്മളോട് പങ്കുവെക്കുന്നത്. 24 പേർ ഗുരുതരാവസ്ഥയിൽ അവർ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ LNGP ആശുപത്രിയിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വളരെ പ്രധാനപ്പെട്ട കാര്യം, 8 കാറുകൾ ഒരു കത്തി നശിച്ചു ഈ സ്ഫോടനത്തിൻ്റെ ഭാഗമായി എന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും വിവിധ സ്ഥലങ്ങളിൽ, വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ, വിവിധ സ്ഥലങ്ങളിൽ ആൾക്കാർ കൂടുന്ന മാർക്കറ്റുകളിലൊക്കെ തന്നെ ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. ഒരു സീരിയൽ ബ്ലാസ്റ്റിനുള്ള സാധ്യത ഡൽഹി പോലീസ് തള്ളിക്കളയുന്നില്ല. അർച്ചനൻ, സനീഷ്, ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് ഡൽഹിയിൽ സംബന്ധിച്ചോളം നൽകാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഡൽഹി പോലീസിലെ NIA സംഘവും SPGയുടെ ബോംബ് സ്ക്വാഡും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ അതീവ ഗൗരവപരമായിട്ട് തന്നെയാണ് കാണുന്നത് എന്നത് ഇത് സൂചിപ്പിക്കുന്നു. നേരത്തെ സുജിത് ചന്ദ്ര പറഞ്ഞതുപോലെ തന്നെ ഇത്തരമൊരു ഇന്ന് നമ്മൾ രാവിലെ മുതൽ നമ്മൾ കൊടുക്കുന്ന വാർത്തയാണ്. അതിൻ്റെ പരിസമാപ്തി ഇത്തരമൊരു സ്ഫോടനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ എല്ലാവരെയും ആശങ്കാകുലരാക്കുന്നത്. ഇന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വെച്ച് 4 കടകൾ, തൊട്ടപ്പുറത്തുള്ള 4 കടകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ജനലുകളും അതേപോലെ തന്നെ മറ്റു ഭാഗങ്ങളും ഒക്കെ സ്ഫോടനത്തിൻ്റെ ആഘാതത്താൽ, ശബ്ദത്തിൻ്റെ ആഘാതത്താൽ തകർന്നു വീണിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ 3 പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം CRPF അല്ല, ഈ CISFൻ്റെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ 3 പോലീസുകാരെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ചിട്ടുള്ള അനിശ്ചിതത്വം, അത് അവരെ സംബന്ധിച്ച് വിവരമില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ സ്ഫോടനത്തിൽ മാരുതി ഇക്കോ വാൻ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതൊരു RDX സ്ഥലത്തിലോ അല്ലെ അത്യുഗ്ര ശേഷിയുള്ള ഒരു സ്ഫോടനം എന്ന നിലയിലേക്ക് പോലീസ് ഇതിനെ വിലയിരുത്തിയിട്ടുണ്ട്. വളരെ തിരക്ക് പിടിച്ച, അതായത് സനീഷിനും അർച്ചനും വരാം എങ്ങനെയാണ് റെഡ് ഫോർട്ടും അല്ലെങ്കിൽ ജമാ മസ്ജിദ് ഏരിയയിലെയും തിരക്ക് എന്നുള്ളത് നമുക്ക് വൈകുന്നേരം ഊഹിക്കാൻ കഴിയാത്തതിൽ കൂടുതൽ തിരക്കുള്ള സ്ഥലങ്ങളാണ്. കോഴിക്കോട് മുട്ടായി തെരുവിനോ അതേപോലെ തന്നെ തിരുവനന്തപുരം ചാല മാർക്കറ്റിനെയോ ഒക്കെ നമ്മൾ ഇതിനോട് താരതമ്യപ്പെടുത്തും. അത്ര തിരക്കുള്ള ഒരു സ്ഥലം എന്ന് തന്നെയാണ് ഈ മെട്രോ സ്റ്റേഷനും പരിസരത്തും. അതുകൊണ്ട് തന്നെ മരണസംഖ്യ കൂടുതലുള്ള സാധ്യതകൾ ഏറെയാണ്. പരിക്കേറ്റവരുടെ എണ്ണത്തിൽ അതീവ ഗുരുതരമായ പരിക്കേറ്റവരുടെ എണ്ണമാണ് നമുക്കിപ്പോൾ LNGP ആശുപത്രിയിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം മാധ്യമങ്ങൾക്ക് പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രദേശം മുഴുവൻ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പോലീസ് വലയം ചെയ്തിരിക്കുകയാണ്. കാരണം റിമോട്ട് വെച്ച് നടത്തിയ സ്ഫോടനം എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അത്തരമുള്ള ഒരു ജാമർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ച വ്യക്തത വന്നിട്ടില്ലെങ്കിലും ഒരു സ്ഫോടനങ്ങൾ സംബന്ധിച്ച റിമോട്ട് ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനമാണ്. ഞാൻ തിരിച്ചു വരാം. സുജിത്ത് വീണ്ടും ചേരുന്നുണ്ട് നമുക്കിപ്പം. സുജിത്ത്, നേരത്തെ സുജിത്ത് സൂചിപ്പിച്ചിരുന്നല്ലോ, അത് മാത്രമല്ല ഇന്നൊക്കെ നമ്മൾ പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യവുമാണ് ചില വൈറ്റ് കോളർ ഭീകരവാദികൾ എന്ന മട്ടിൽ ഒരു പരാമർശവും ആ നിലയ്ക്കുള്ള കണ്ടെത്തലുമൊക്കെ ഈ ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇതിനെ പരസ്പരം ചേർത്ത് വയ്ക്കുന്ന തരത്തിലേക്കാണോ ഇനിയിപ്പോൾ അന്വേഷണ സംഘം പോവുക? ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിന്ന് വരുന്ന ആദ്യ സൂചനകൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ചേർത്ത് വയ്ക്കപ്പെടുമെന്നുള്ള കാര്യം നമുക്കതിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ ഔദ്യോഗികമായി അത്തരമൊരു ചേർത്ത് വയ്ക്കൽ ഇതേവരെ ഉണ്ടാവാത്തിടത്തോളം നമുക്ക് അങ്ങനെ പറയാനാവില്ലെങ്കിൽ പോലും സാമാന്യ യുക്തിയിൽ ഈ 2 സംഭവങ്ങളും സ്വാഭാവികമായും ചേർത്ത് വായിക്കപ്പെടും. ഇപ്പോൾ ഏറ്റവും അവസാനമായി കിട്ടുന്ന NSG ബോംബ് സ്ക്വാഡ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥലത്തെ ഈ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തേക്ക് എത്തുന്നു. NSG അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലം പൂർണ്ണമായും ഈ സംഭവ സ്ഥലം സീല് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ തദ്ദേശ ദൃക്സാക്ഷികളടക്കമുള്ള ആളുകളുടെ മൊഴിയും മറ്റും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്ര വലിയ തോതിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ് എന്നാണ് പറയുന്നത്. 3 സംസ്ഥാനങ്ങളിലായി, ജമ്മു കശ്മീർ, ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ 3 ദിവസമായി നടന്ന ഓപ്പറേഷനിൽ ഈ ഡോക്ടർമാരടക്കം, വിദ്യാർത്ഥികളടക്കം, ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ ഈ
ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വൻതോതിലുള്ള വെടിക്കോപ്പുകളും അതേപോലെ സ്ഫോടക വസ്തുക്കളുമായി പിടികൂടി എന്ന വാർത്ത ആദ്യം പുറത്തു വരുന്നു. ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിലൊക്കെ ഒന്നാമത്തെ വാർത്ത തന്നെ ഇതാണ്. അതിൻ്റെ ഭാഗമായി പിടികൂടിയ ഈ ഭീകരവാദികൾ എന്ന് ഇപ്പോൾ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് വിശേഷിപ്പിക്കുന്ന ആളുകൾ, അവരുടെ വിശദാംശങ്ങൾ ഒക്കെ പുറത്തു വരുന്നു. വൈകുന്നേരമാകുമ്പോഴേക്ക് ഈ ഹരിയാന, ഇതൊക്കെ ഡൽഹിയുമായി തൊട്ടടുത്ത മേഖലകൾ തന്നെയാണല്ലോ, പിടികൂടിയ ആ ഒരു ആയുധശേഖരത്തിൻ്റെ വലിപ്പം തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് സൈന്യം പുറത്തുവിട്ടത്. വെടിയുണ്ടകളുണ്ട്, ചൈനീസ് നിർമ്മിത തോക്കുകളുണ്ട്, സ്റ്റാർ പിസ്റ്റൾ, AK-47, AK ക്രിങ്കോവ് റൈഫിളുകൾ, അതേപോലെ ബെറേറ്റ പിസ്റ്റൾ, അതേപോലെ രാസവസ്തുക്കൾ, റിയാക്ടറുകൾ, ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ, ബാറ്ററികൾ, റിമോട്ട് കൺട്രോളുകൾ, അതിൻ്റെ ടൈമറുകൾ, ഇത് യോജിപ്പിക്കാനുള്ള മെറ്റൽ ഷീറ്റുകൾ, ഇതുകൂടാതെ സൾഫർ അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ ഒക്കെ തന്നെ ഈ 3 സ്ഥലങ്ങളിലായി പിടികൂടുന്നു. 8ഓളം പേർ അറസ്റ്റിലാവുന്നു. ഈ അറസ്റ്റിലാവുന്നത് എങ്ങനെ എന്നുള്ളത് പോലും അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് ഞാൻ തിരിച്ചു വരാം താങ്കൾ